അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദനെ പിതാപുത്രനും പരിശുദ്ധാത്മാശ്രയിക്കുക.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവനാരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അനുഭവത്തിലൂടെ കർത്താവ് ആരാണെന്ന് നമ്മൾ കണ്ടെത്താൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൻ്റെ കാലാവസ്ഥാ ഭേദങ്ങളെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് പറയണത് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നിനക്ക് ക്രിസ്തുവിനെ കുറിച്ചുണ്ടാകണം. സമൂഹത്തിന് ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങളുടെ വീട്ടിൽ 5 ക്രിസ്ത്യാനികളുണ്ട്, നീയും അപ്പനും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി 5 ക്രിസ്ത്യാനിയുണ്ട്. പക്ഷെ 5 ക്രിസ്ത്യാനിയും 5 ക്രിസ്തുവിനെയാണ് അറിയണത്. 5 ക്രിസ്തുവിനെ അതിൻ്റെ ഏറ്റവും ഷാർപ്പ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവിലേക്ക് നമ്മൾ ഓരോരോ രീതികളിൽ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയുന്നു എന്നുള്ളത് നമ്മൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയണമെന്നുള്ളതിൻ്റെ ഒരു ദൂരമാണ്. അത് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയണത്. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങളിപ്പോൾ എന്തെല്ലാം, ഇപ്പം കർത്താവ് ഒരു പ്രവാചകനാണ് എന്ന് പറയും. അങ്ങനെ പല മനുഷ്യരും പല കാര്യങ്ങളും യേശുവിനെ കുറിച്ച് പറയും. അതൊന്നും നമ്മൾ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. ഇപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ, ആ ജനങ്ങൾ പറയുന്ന ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല ക്രിസ്തു എന്താണെന്ന് ജനങ്ങൾ പറയുന്നു എന്നല്ല, ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ കാര്യം നാളെ നിൻ്റെ നേരെ ചോദ്യം വരും. എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെടിപ്പും മെനയുമായിട്ട് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറായിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ക്രിസ്തുവിൻ്റെ ഒപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു മരിയൻ ശുശ്രൂഷകനാണ്. പക്ഷെ എൻ്റെ ടോക്കെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മരിയൻ എന്താ? ക്രിസ്തുവിലേക്കുള്ളൊരു വാതിലാണ്. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഞാനും അമ്മയായിട്ട് നല്ല പേഴ്സണൽ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അല്ല 2 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെടത്തില്ല. ഏറ്റവും വലിയ ഇമോഷണലായിട്ട് എന്നെ എടുത്തു മറിച്ച് കളഞ്ഞത് ഈജിപ്തിൽ വെച്ച് അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഞാൻ എൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, പറയേണ്ട സമയത്ത് വീണ്ടും പറയും. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അമ്മയോട്ടുണ്ട്. എങ്കിലും ഞാൻ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്തിനാണ് ഞാൻ അമ്മയെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം സെലക്ട് ചെയ്ത ആളാണ് അമ്മ. അമ്മ വയറ്റിലിട്ട് ക്രിസ്തുവിനെ വളർത്തിയ 10 മാസം ഉണ്ടല്ല, ഒരു വല്ലാത്ത ധ്യാനത്തിൻ്റെ ഒരു മാസമാണത്, ആ 10 മാസം. എന്നിട്ട് അമ്മ പ്രസവിച്ച് ലോകത്തിന് വളർത്തിക്കൊടുത്തില്ലേ. ഇനി നമ്മുടെ എല്ലാ പഠനങ്ങളും എല്ലാവിധ അനുഭവങ്ങളും, പഠനങ്ങൾ മാത്രമല്ല അനുഭവങ്ങളും എല്ലാം എന്തിനാണ്? ക്രിസ്തുവിൻ്റെ ആത്യന്തികമായ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കണം. കാര്യം ഒരു വ്യക്തിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യണത് ആദ്യം അനുഗ്രഹം തരും. അപ്പോൾ നമ്മൾ ABCD ക്രിസ്ത്യാനിയാണെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അങ്ങനെ നമ്മൾ കുറച്ചുമ്പോൾ മരിച്ചു പോകും. ചില ആൾക്കാർക്ക് അഭിഷേകം കിട്ടും. അതായത് അവർക്ക് തീഷ്ണമായ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പം തങ്ങളുടെ വയറിനും കുടുംബത്തിനും വേണ്ടി ജോലിക്കും മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹത്തിൽ അവർ മരിച്ചു പോകും. അനുഗ്രഹത്തിൽ അവർ 90 വയസ്സൊക്കെ ജീവിച്ച് മരിച്ചു പോകും. സെക്കൻഡ് സെക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തെ സ്ഥലം അഭിഷേകം ഉള്ളവർ ക്രിസ്തുവിനെ കൊടുക്കാൻ നോക്കും മറ്റുള്ളവർക്ക്. ആ അഭിഷേകമുള്ളവർക്ക് എന്ന് പറയുമ്പോൾ, അഭിഷേകമുള്ളവർക്ക് എപ്പോഴും കിട്ടുന്നത് കാര്യം ക്രിസ്തുവിൻ്റെ ഒരു ഭാഗം മുഴുവൻ ത്യാഗമാണ്, മുറിവിൻ ഒടിയുവാണ്. നമുക്ക് ഉയർത്തുന്നേരെ ക്രിസ്തുവിനെ കിട്ടുന്നതിന് മുമ്പ് പാഷൻ ക്രിസ്തുവാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 50-50 ആണ് ശരിക്കും. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സത്യക്കേട് കാണിക്കരുത്. അപ്പം ചില ആൾക്കാരെ കാനഡയിൽ പോകാൻ മാത്രം കിട്ടണ കല്യാണം. അപ്പം കാനഡയിൽ പോകാൻ PR കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ
ഉടനെ ഡൈവേഴ്സ് ചെയ്യും. അപ്പോൾ ഇയാൾ ആരുടെ കല്യാണം, കാനഡാരാണോ കല്യാണം കഴിച്ചത്, അതാ PR ആണോ കല്യാണം കഴിച്ചത്? എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് സർക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇനി ഒറ്റടക്ക് പോകത്തില്ല, ഇതിനെല്ലാം തിരിച്ചു വരും. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ, ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ ഒരു കാലമാകുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പണിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ തിരിച്ചു വരും. ഒരു മാർഗ്ഗമില്ല കാര്യത്തിൽ. ഇതൊക്കെ ചെറുപ്പത്തിൽ തിളപ്പ് കൊണ്ട് ബുദ്ധിയും ബോധം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കാണിച്ചുകൊണ്ട് ദൈവത്തിനെ കണ്ടി പൊടിയിടുന്ന പരിപാടികളാണ്. ഈ അഭ്യാസങ്ങൾ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. എന്ത് കാര്യം, ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ പറയണമല്ലോ, ഇത് 21 ലക്ഷം മനുഷ്യരല്ലേ ഇത്രയും നാൾ അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവും കേട്ട് വരുമ്പോഴേ ഓരോ മനുഷ്യൻ്റെ ജന്മം ഇങ്ങനെ നിരർത്ഥകമായിട്ട് പൊലിച്ച് കാണുമ്പോഴേ നമുക്ക് വിഷമം വരും ശരിക്കും. അപ്പോൾ അതാണ് എൻ്റെ വാക്കിലൂടെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾ കേൾക്കണത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവത്തിലൂടെ എല്ലാം നമ്മൾ പല മനുഷ്യരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും നമ്മളുടെ ഒരു സഭ കൈമാറി തന്ന ക്രിസ്തു അനുഭവം, ഈ അനുഭവത്തിലേക്ക് പോകുന്നവ ഇതിനെ എല്ലാം എടുക്കേണ്ടത് ഓൾ റോഡ്സ് റോം എന്ന് പറഞ്ഞ പോലെ ഓൾ റോഡ്സ് ക്രൈസ്റ്റ്, എല്ലാ വഴികളും ക്രിസ്തുവിലേക്ക്. അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്ത് ദൈവത്തിന് നിന്റെ നിലപാട് സത്യസന്ധമായിട്ട് തോന്നിയാൽ ദൈവം നിന്നെ ഏറ്റെടുക്കും. അവിടെ വെച്ചാണ് ഈ അഭിഷേകം കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മൾ ജീവിക്കണത്. ഇപ്പോൾ ഒരു ഭാര്യ ഇട്ടച്ചും പോയാൽ അവൻ്റെ പാഷൻ അവൻ്റെ പാഷനായി, സങ്കടമായി, വേഗം കണ്ട കാലമായി. ഭർത്താവ് ഇട്ടച്ചും പോയാൽ വേഗം കണ്ട കാലമായി. അപ്പോൾ നമ്മൾക്ക് എക്സോർവായി നമ്മൾക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ ഇന്നലെ ഞാനൊരു പെൺകൊച്ചിനെ കണ്ട്, അവൾ 16 പ്രാവശ്യം മൊഡ്യൂളെടുത്ത്, ജർമ്മൻ 2 മൊഡ്യൂൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവൾ എന്നെ കണ്ണടപ്പോൾ തന്നെ കുഞ്ഞു നിലക്ക് നിലവിളിക്കുക. പാഷനാണ്. നിങ്ങളതിൽ നിന്നൊക്കെ കരകയറി വരും. പക്ഷെ ആ പാഷൻ്റെ സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനം എന്നിലൂടെ പൂർത്തിയാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വന്ന പോരായ്മ എന്ന് പറഞ്ഞ വാക്കുണ്ട്. അടിപൊളിയാണത്. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ബൈബിളിലെ ഏറ്റവും ടോപ്പ് വെളിപാടുകളിൽ ഒന്നാണിത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മളിലുണ്ട്. അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മളുടെ കഷ്ടനഷ്ടങ്ങളിലൂടെയാണ് അത് നമുക്ക് ഫീൽ ചെയ്യണത്. അതിനെ എന്താ പറയണത്, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് അപ്പം ഞാൻ ക്രിസ്തുവിനോട് സഹിക്കുകയാണ് ശരിക്കും പറയണത്. അപ്പം ഈ ക്രിസ്തുവിനോട് സഹിക്കുന്നവരെന്താ ചെയ്യണത്, ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുണ്ട്. 2 തിമോത്തി 2:12 നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും. അപ്പം അതായത് ക്രിസ്തുവിനോട് സഹിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുള്ള ആ വചനത്തിനോട് ചേർന്ന ഇത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എന്താണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യമല്ലേ. അപ്പം ജനങ്ങൾ പറയുമ്പോഴും നമ്മൾക്ക് നമ്മളെ അനുഭവത്തിൽ ജനങ്ങൾ പലതും പറയും. ക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാ വിഡ്ഢിത്തരങ്ങളും ആയിരിക്കും അത്. മറിച്ച് നമ്മൾക്ക് അനുഭവവേദ്യമായ ഒരു ക്രിസ്തു, നമ്മുടെ ക്രിസ്തു, നിൻ്റെ സ്വന്തം ക്രിസ്തു. അതൊരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിലാണ് ക്രിസ്തുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എപ്പോഴും കർത്താവിനോട് ആഭിമുഖ്യമുള്ള വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിവിൽ 1-ാം സ്ഥാനത്ത് എത്താൻ നോക്കണം. കാര്യം അറിവിൽ വളരുക. 2:10-3:18 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അറിവിലും വളരുവിൻ. അപ്പൊ ഈ 5 പേരുടെ വീട്ടിലുണ്ടെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നീ കർത്താവിനോട് ആഭിമുഖ്യം ഉള്ള ആളെന്ന രീതിയിൽ
അറിവിൽ വളരണമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇന്നലെ കിട്ടിയ അറിവായിരിക്കത്തില്ല ഇന്ന് കിട്ടുന്ന അറിവ്. അപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞില്ലേ, അത് മരണം വരെ ആ ചോദ്യത്തിന് നീ അനുഭവങ്ങളും അറിവിലും വളർന്നുകൊണ്ട് ഉത്തരം കൊടുക്കണം. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും എനിക്ക് നേടിത്തന്ന അനുഗ്രഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുവാണ്. എൻ്റെ പേര് ഫെബിന. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ ലഭിച്ചതിനെ പറ്റിയുള്ള സാക്ഷിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 16/8/2025 ഞാൻ എൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ PT +2 കഴിഞ്ഞ് തന്നെ എനിക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ PT എക്സാമിന് വേണ്ടിയിട്ട് ഞാനൊരു കൊച്ചിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നായിരുന്നു. അവിടെ വെച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സ്കോർ എനിക്ക് വളരെ കുറയുമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനൊക്കെ തന്നെ. പക്ഷെ എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു. എനിക്കിത് പറ്റും, കുറേ സമയം എടുത്താലും എനിക്കിത് ചെയ്യാൻ പറ്റും, ഇത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ എൻ്റെ ബാങ്ക് ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. ഞാൻ ഒരു പ്രാക്ടീസും അന്ന് ചെയ്തിരുന്നില്ല, ഒരു ദിവസമേ പ്രാക്ടീസ് ചെയ്യാതിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തിരിച്ച് വന്ന് എൻ്റെ മോക്ക് ടെസ്റ്റ് എടുക്കുവാണ്. അപ്പോൾ ഞാൻ അന്നേ വരെ ഞാൻ ഒരു മാർക്കിലെത്തിച്ചായിരുന്നു, അതിൽ കുറയരുതായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് നന്നായിട്ട് കുറഞ്ഞു പോയി. അന്ന് ഞാൻ നന്നായിട്ട് തകർന്നു പോയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്ത് എനിക്ക് പറ്റില്ല, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാണ്, എൻ്റെ സമയം പോവല്ലാതെ എനിക്കിത് കിട്ടില്ല, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിങ്ങനെ അപ്പോഴാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടീനെ കുറിച്ച് ഓർക്കുന്നത്. അതിനുമുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടീനെ കുറിച്ച് കേട്ടിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ആവാം, സമയമുണ്ടല്ലോ, അങ്ങനെ നീട്ടി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അന്ന് ഞാനൊന്നും നോക്കിയില്ല. എനിക്കപ്പോൾ എന്തോ തോന്നിയിട്ട് ഞാൻ എടുത്തു. എൻ്റെ ആവശ്യങ്ങളൊക്കെ അപ്പം എൻ്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നോ അത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അതിനുശേഷം വിത്തൗട്ട് എനി പ്രാക്ടീസ് ഞാൻ തിരിച്ചു പോവുകയാണ്. ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു പോയി വീണ്ടും മോക്ക് ടെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അന്നേ വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. എനിക്ക് ഇതുവരെ കിട്ടാത്ത സ്കോറ് എനിക്ക് വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യം ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട, അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വന്നേ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് എനിക്ക് ശാരീരികമായിട്ട് പ്രയാസങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരവസരത്തിലാണ് ഞാൻ ട്രഡീഷണൽ ഉടമ്പടീനെ കുറിച്ച് അറിയുന്നതും പിന്നീട് ഇവിടെ വന്ന് ഞാൻ എടുക്കുന്നതും. അങ്ങനെ 16/8/2025 ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഉടമ്പടി എടുക്കുകയാണ്. പിന്നീട് എൻ്റെ ബാങ്ക് ലോണിൻ്റെ ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ദൈവവചനത്തിൻ്റെ ശക്തിയാലൊക്കെ വചനം എടുക്കുമ്പോൾ ഞാൻ തളർന്നു പോകുമ്പോഴൊക്കെ വചനം എടുത്ത് ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്കൊരു ജീവൻ കിട്ടുമായിരുന്നു. ഇതെനിക്ക് മുമ്പോട്ട് പോവാം എന്നുള്ളൊരു വിശ്വാസം കിട്ടുമായിരുന്നു. അപ്പം ഞാൻ PT എക്സാം ആയിരുന്നു പിന്നീട് അടുത്തത്. ഞാൻ PT എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാതാവ് എനിക്ക് ഞാൻ എടുക്കാൻ പോകുന്ന ഡേറ്റും നീ എത്ര വട്ടം എഴുതും, നിനക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എനിക്ക് മാതാവ് പറഞ്ഞിരുന്നു. 56, 66, 76 എന്നീ 3 അക്കങ്ങളാണ് എനിക്ക് മാതാവ് ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ PT എക്സാമിൽ എനിക്ക് എങ്ങനെ എക്സാം നോക്കാന്നുള്ള രീതിയിൽ ഞാൻ എക്സാം എഴുതി. ആ എക്സാമിന് എനിക്ക് 56 ഓവറോൾ കിട്ടിയത്. പിന്നീട് രണ്ടാമത്തെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്, നീ മാത്രം തീരുമാനിച്ച പോരാ, നിൻ്റെ പാരൻസിനും കൂടി
വിളിച്ചിട്ട് നീ ഒരു ഡേറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലേക്ക് വരികയാണ്. അപ്പം ഞാൻ എൻ്റെ പപ്പേനെ വിളിച്ച് ചോദിച്ചു ഞാൻ ഏത് ഡേറ്റാണ് ഇനി എടുക്കേണ്ടതെന്ന്. അപ്പോൾ പപ്പ പറഞ്ഞു 7-ാം തീയതി എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും നോക്കിയില്ല, പപ്പ പറഞ്ഞതല്ലേ 7-ാം തീയതി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും എനിക്കൊരു സംതൃപ്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബൈബിൾ എടുത്തു. ഈശോ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ എഴുതുന്നുള്ളൂ, അല്ലെങ്കിൽ എഴുതുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഞാൻ ബൈബിൾ എടുക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരും എന്നുള്ളൊരു ബന്ധപ്പെട്ട ഒരു വചനമാണ് എനിക്ക് അന്ന് കിട്ടിയത്. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടെ തന്നെ ഞാനത് ബുക്ക് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ സമയത്ത് റീഡിങ് മൊഡ്യൂളായിരുന്നു എനിക്ക് ഭയങ്കര പാടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ആ റീഡിങ് മൊഡ്യൂൾ ഞാൻ മാതാവിന് നന്നായിട്ട് മുഴുവനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തു. അതെനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് മുഴുവനായിട്ട് മാതാവിന് വിട്ടുകൊടുത്തു. അപ്പോൾ എൻ്റെ റിസൾട്ട് വന്നത് 66 എന്നുള്ള സംഖ്യയാണ്. അതായത് മാതാവ് എനിക്ക് രണ്ടാമതായിട്ട് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ എനിക്ക് സീറ്റ് നമ്പർ കിട്ടിയത് 6 എന്നക്കാണ്. അപ്പോൾ മൂന്നാമതായിട്ട് മാതാവ് കാണിച്ചു തന്ന 76-ൽ 7-ാം തീയതി നീ ഡേറ്റ് എടുക്കുന്നു, 6-ാമത്തെ അക്കായിരിക്കും നിൻ്റെ സീറ്റ് നമ്പർ എന്ന് എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ പിന്നീട് എനിക്ക് കിട്ടും, ഇനിയും എനിക്ക് കിട്ടുമായിരിക്കും സ്കോർ എന്ന് വിചാരിച്ചിട്ട് 2 തവണയും കൂടി അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് സ്കോർ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവ് തന്ന, അതാണ് എനിക്ക് ഏറ്റവും വലിയ സ്കോറായിട്ട് കിട്ടിയത്. മാതാവ് തന്ന സ്കോറിൽ ഞാനൊരു കോഴ്സ് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കോഴ്സായിരുന്നു എനിക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ആ കോഴ്സ് ഞാൻ എടുത്തു. ആ കോഴ്സ് ഞാൻ നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട യൂണിറ്റ്സും ഞാൻ ആഗ്രഹിക്കുന്ന കുറേ ജോബ്സും അതിൽ എനിക്ക് ആ കോഴ്സ് എടുത്തു കഴിഞ്ഞ് എനിക്ക് കിട്ടുമായിരുന്നു. മാത്രമല്ല എൻ്റെ പാസ്പോർട്ടിലാവട്ടെ, എനിക്ക് കിട്ടിയ വിസ നമ്പറിലാവട്ടെ, എനിക്ക് കിട്ടിയ കോഴ്സിൻ്റെ കോഡിലാവട്ടെ മാതാവിൻ്റെ നമ്പറായിട്ടുള്ള 7, 6 എന്നുള്ള അക്കങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിശ്വസിച്ചു അതെനിക്ക് മാതാവ് തന്നതാണ്, അപ്പോൾ ഞാനതിൽ മുൻപോട്ട് പോകാമെന്നുള്ള ഒരു രീതി തന്നെ ഞാൻ വിശ്വസിച്ച് ചെയ്തു. പിന്നെ എനിക്ക് വിസയായിരുന്നു വെക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ അതിനു മുമ്പ് പാർട്ട് 2-ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പാർട്ട് 2 ഉള്ള സമയത്ത് എനിക്കൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പാർട്ട് 2-ലാണ് വെച്ചത്. പക്ഷെ അവർക്ക് വിസ വരാൻ വേണ്ടി 1.5 മാസമാണ് എടുത്തത്. പക്ഷേ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇപ്പോൾ പാർട്ട് 3-ലേക്ക് ആക്കിയോണ്ട് നല്ല പാടാണ്, വിസയ്ക്ക് നല്ല ലാഗ് എടുക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നെങ്കിൽ റിജക്ഷൻ അല്ലെങ്കിൽ ഡിഫർ ചെയ്യും, അടുത്ത ബാച്ചിലേക്ക് കയറാം, അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നത് എനിക്ക് ഫെബ്രുവരി ഇൻടേക്കിന് പോകണം എന്നാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നെങ്കിൽ ഡിഫർ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ റിജക്ഷൻ പ്രതീക്ഷിച്ചാൽ മതി, കിട്ടുന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കണ്ട എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്. ഞാനും ഇതൊക്കെ കേട്ടപ്പോൾ കുറേ ഡള്ളായിരുന്നെങ്കിലും പിന്നെ ഞാൻ അതൊന്നും ആലോചിച്ചില്ല. ഞാൻ വിസയൊക്കെ മാതാവിന് വിട്ടുകൊടുത്ത കാര്യമാണ്, അത് ഞാൻ ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു രീതി തന്നെ ഞാൻ നിന്നു. ഞാൻ ഫെബ്രുവരി 13-ന് അങ്ങനെ എൻ്റെ വിസ സബ്മിറ്റ് ചെയ്തു. ഫെബ്രുവരി 14-ന് എൻ്റെ വിസ അപ്രൂവ് ആയിട്ട് വന്നു. അങ്ങനെ 19-ാം തീയതി ഞാൻ പോവുകയാണ്. ബാംഗ്ലൂരിൽ വെച്ചാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈശോയെ നന്ദി. ഈശ്വസം. അതുപോലെ ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു സർവീസ് ഉണ്ട്, അവിടെ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ പേഷ്യൻസിനെ കാണാറുണ്ട്. അന്ന് ഞാൻ അറിയുമ്പോൾ ആ പേഷ്യൻസ് എത്രയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവർ എത്രയധികം വേദനിക്കുന്നുണ്ടെന്ന് അതുവരെ മറ്റുള്ളവരെക്കുറിച്ച് ഞാനൊന്നും ചിന്തിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിയിലൂടെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഓരോ അവസ്ഥകൾ ഞാൻ അറിയുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ ഇവിടുന്ന് മേടിച്ച് കൊടുക്കാറുണ്ട്. എല്ലാ മാസത്തെയും എല്ലാ പത്രവും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. ഇതും ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിയാൽ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ കണ്ടിന്യൂ ചെയ്യും. കുമ്പസാരിക്കാനുള്ളതാണെങ്കിലും ഡെയിലി മാസിനാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ അടുത്ത് തന്നെ ഒരു പള്ളി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും ഉടമ്പടിയായിട്ട് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ദൈവം എന്നെ സഹായിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാക്ഷ്യം പറയാൻ പറ്റിയതിനെ ഓർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് എലിസബത്ത് ബെൻസൺ. ഞാൻ തൊടുപുഴയിൽ അരിക്കുഴ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 വർഷമായി UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്
2023 മെയ് 17-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് ആദ്യമായി കൃപാസനത്തെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ സമയത്ത് അമ്മ മാതാവ് തന്ന വളരെയേറെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എനിക്ക് OET പാസ്സാവാനും നഴ്സിംഗ് പാസ്സാവാനും അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനും സാധിച്ചത്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ UK എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ സിറ്റുവേഷനും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ മാതാവിനെയും ഈശോയും കംപ്ലീറ്റ് ആയിട്ട് മറന്നു. ഞാൻ കൂടുതലായിട്ടും ലൗകികമായ കാര്യങ്ങളിൽ സ്ഥലങ്ങൾ കാണാൻ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തു. ആത്മീയമായി ഞാൻ ദൈവത്തിന് വേണ്ടി 5 മിനിറ്റ് പോലും ഞാൻ ചിലവഴിച്ചില്ലായിരുന്നു. പണ്ടൊക്കെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ എൻ്റെ അടുത്ത് നിന്ന് പോയായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേ ബൈ ഡേ എനിക്ക് സ്റ്റെപ്പ് ഡൗൺ ആണ് നടന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു സമാധാനവും ഇല്ല, സന്തോഷമില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എനിക്ക് എപ്പോഴും സങ്കടമാണ്. നമ്മൾ UK യിലുള്ളവർക്കറിയാം, നമ്മുടെ പേരൻസും ഫാമിലിയും ആരും അവിടെ കാണത്തില്ല. നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും തന്നെ അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കൂടുതൽ സമയം ഫോണിലാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ യൂട്യൂബ് എടുത്തപ്പോഴാണ് എനിക്ക് കൃപാസനത്തിലൊരു സാക്ഷ്യം വന്നത്. ആ സാക്ഷ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അന്ന് കുറേ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു, ഒത്തിരി കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര കരഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി സോറി പറഞ്ഞു. കാരണം ഞാൻ അമ്മയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അമ്മയെ ഞാൻ മറന്നു, ഈശോയെ ഞാൻ മറന്നു പോയതിനെ ഓർത്ത് ഞാൻ സോറി പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം, മനസ്സിനൊരു റിലാക്സേഷൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി കിടന്നുറങ്ങുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ വാതിലിൽ വന്ന് ആരോ നോക്ക് ചെയ്തു. ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി നാട്ടിൽ പോയേക്കുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫ്ലാറ്റിലുണ്ടായിരുന്നേ. ഞാൻ നോക്കിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആൾ തോക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ താഴെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു സിനഗോഗിൽ കുറച്ച് ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്തു. അപ്പം അവിടെ മൊത്തം പ്രശ്നമായി. അവരുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഞങ്ങളെ ആ 3 ദിവസത്തേന് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ച് കയറ്റിയില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഞാൻ ഇട്ട ഡ്രസ്സിൽ ആ ഒരു ജാക്കറ്റ് മാത്രം ഇട്ട്, എൻ്റെ കയ്യിൽ ഒരു ബാങ്ക് കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവത്തിൻ്റെ തീക്ഷ്ണതയും തീവ്രതയും മനസ്സിലായപ്പം മാതാവിന് അത്ര വലിയ ആ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്കായിരുന്നു അറ്റാക്ക് വരുന്നത്. ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ എന്നാണോ നാട്ടിലേക്ക് വരുന്നത് ഉറപ്പായിട്ടും അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. ആ 3 ദിവസവും മാതാവാണെങ്കിൽ അമ്മയുടെ നീലക്കച്ചയിൽ എന്നെ പൊതിഞ്ഞ്, എനിക്കൊരു പ്രശ്നവും എൻ്റെ കയ്യിൽ ബാങ്ക് കാർഡ് ഇല്ലായിരുന്നു, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം എന്ന് പറയുമ്പം ഫസ്റ്റ് ഡേ എനിക്ക് കൗൺസിലിൻ്റെ അക്കോമഡേഷൻ കിട്ടി. പിന്നെ 2 ദിവസം ഞാൻ എൻ്റെ കസിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ 1 മാസത്തിന് അവിടെ മൊത്തത്തിൽ സുരക്ഷിതമായി. അപ്പം ഞാൻ ആലോചിക്കുമോ, ഞാൻ ഇത്രയൊക്കെ മാതാവിനെ മറന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടും അമ്മ എന്നെപ്പറ്റി കരുതലുണ്ട്. ഞാൻ അമ്മയോട് എപ്പോഴും നന്ദിയും പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുപോയതിനോർത്ത് സോറി പറഞ്ഞു. അതുപോലെ തന്നെ ഞാനൊരു മെൻ്റൽ ഹെൽത്ത് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആദ്യം ചെന്നപ്പോൾ ഒന്നും ജോബ് അത്ര പാടായിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ലാംഗ്വേജ്, നമ്മളിവിടെ പഠിക്കുന്ന രീതിയേ അല്ല അവിടുത്തെ പേഷ്യൻസിന് ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളടുത്ത് ചിലപ്പം ഷൗട്ട് ചെയ്ത് സംസാരിക്കാം. നമ്മളിവിടെ ഒരു രീതി വളർന്നു വന്നിട്ട് അവിടെ ചെന്ന് പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ കൊളീഗ്സിൻ്റെ സൈഡിൽ നിന്നും പല പ്രശ്നങ്ങൾ. നമ്മൾ എത്ര ചെയ്താലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ ചെയ്യുന്നതിനെല്ലാം കുറ്റം, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ അവർ ക്രെഡിറ്റ് എടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസ് ചില സമയത്ത് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള പേഷ്യൻസാണ്. ചില സമയത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യാം. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ബലം എന്ന് പറയും, കാരണം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ വീട്ടുകാർക്ക് നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് കാണും. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലവും കാശുരൂപവും ധരിച്ചാണ് പോകുന്നത്. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു പോകുന്ന ദിവസങ്ങളിൽ എനിക്കൊരു കുഴപ്പവും, ഞാൻ ചെല്ലുന്ന ഓഫീസിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അപ്പം എന്നോട് ആൾക്കാരൊക്കെ പറയും, എലിസബത്തിന് ഇച്ചിരി മുമ്പ് വരെ ഷിഫ്റ്റ് ഭയങ്കര പാടായിരുന്നു, എലിസബത്ത് വന്നപ്പോൾ തൊട്ട് ഷിഫ്റ്റ് എളുപ്പമായല്ലോ,
കാരണം മാതാവിനെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പവും എനിക്ക് ഒരു അപകടങ്ങളോ ഒന്നും വർക്കിൻ്റെ സ്ഥലത്തൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ വർക്ക് ചെയ്യുന്നിടത്തുള്ള കൊളീഗ്സ് മാറിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മേനെ വിളിച്ച് കരയുമായിരുന്നു. നമുക്കവിടെ പിടിച്ച് നിന്നേ പറ്റൂ, കാരണം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഞാനൊരു ദിവസം എനിക്ക് കണ്ടിന്യൂസ് നൈറ്റ് ഇട്ടു. 3 മാസമൊക്കെ നൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാമത് നൈറ്റ് ചെയ്യാൻ എനിക്ക് തലവേദന അങ്ങനെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം രാവിലെ മൊത്തം എനിക്ക് സമൂഹവും അല്ലെ ലോകമായിട്ടൊരു കണക്ഷനും ഇല്ല. ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. പെട്ടെന്ന് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അവർ ആ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, എലിസബത്ത് ഇൻ്റർവ്യൂവിന് വരണത്. എൻ്റെ ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു CV വെച്ചിട്ട് അവരെന്നെ ഒരിക്കലും വിളിക്കില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര ചുമ. ഞാൻ ഇച്ചിരി മാതാവിൻ്റെ ഉപ്പെടുത്ത് അമ്മ എനിക്ക് വിധിച്ചിട്ടുള്ളതാണ് ഈ ജോലി എനിക്ക് തരണം, എനിക്ക് സ്ഥാനക്കയറ്റമല്ല, എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ മടുത്തു, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങളും. ഞാൻ ഒപ്പിട്ടു പ്രാർത്ഥിച്ചു. ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വളരെ പ്ലസൻ്റായ ലേഡി, നമ്മുടെ അമ്മ മാതാവ് ചിരിക്കുന്നതോടെ ഭയങ്കര ചിരിച്ചിരിക്കുക. ഞാൻ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫോർമലായിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ല പോയേ. ഞാൻ അവിടെ ചെന്നു. അവർ ചോദിച്ച എനിക്കറിയത്തില്ല, പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് ഫീല് വന്നു. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഉത്തരങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ പൊതുവെ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ഞാൻ എല്ലാ ആൻസറുകളും പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ആസ് എ പേഴ്സൺ ഞാൻ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ഭയങ്കര പൊട്ടത്തെറ്റായിരുന്നു. അവരെ എന്തായാലും ഒന്നും പറയാത്തതെന്ന് ഞാൻ ആലോചിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും ചുമ തുടങ്ങി. ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തു, 2 ദിവസം വെയിറ്റ് ചെയ്തു, 3 ദിവസം വെയിറ്റ് ചെയ്തു. അവരെന്നെ വിളിച്ചില്ല. പക്ഷേ പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ 2:30 അതായത് അവിടുത്തെ 9 മണിക്ക് അവരെന്നെ വിളിച്ചു, എലിസബത്ത് ഇൻ്റർവ്യൂ സക്സസ് ആയിരുന്നു. അതും ബാൻഡ് 6 ഡെപ്യൂട്ടി വാർഡ് മാനേജറായിട്ടാണ്. എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അത് കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചു വരുമ്പോൾ എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും അറിയാം ഞാനൊരു മോഡറേറ്റ് സ്റ്റുഡൻ്റാണ്. അതിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടോ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ല. എൻ്റെ കൂടെ വന്നവരിൽ ആർക്കും അത് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് കുറച്ചും കൂടി എളുപ്പമുള്ള സ്ഥലത്തേക്കാണ്. എനിക്ക് ഒത്തിരി അമ്മ മാതാവിനോട് ഞാൻ തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ കുഞ്ഞായിരിക്കും ജനിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് തറവാട് വീടാ ഉണ്ടായിരുന്നുള്ളൂ. അത് പപ്പ വഴി അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ വീടാണ്. എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കസിൻസിനും എല്ലാവർക്കും നല്ല വീടുണ്ട്. ഞങ്ങൾക്ക് മാത്രം ഒരു നല്ല ഭവനമില്ല. എപ്പോഴും ഞങ്ങളുടെ ഒരു വലിയ ഡ്രീമായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ മാതാവിനോട് പറയുന്ന, അമ്മ എനിക്കൊരു വീട് തരണം, എനിക്ക് പുതിയൊരു ഭവനം തരണം. ഞാൻ ആ സ്ഥലത്ത് നാട്ടിലായിരുന്നപ്പോൾ എന്നും ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. UK-ലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ടേബിളിൻ്റെ അവിടെ ഞാൻ കുഞ്ഞൊരു വീടെന്ന് വരച്ചിട്ട് അവിടെ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മെയ്യിലൂടെ ഞങ്ങളുടെ വീട് പണി തുടങ്ങി. 9 മാസം കൊണ്ട് എനിക്ക് സ്വപ്നം കാണാവുന്നേക്കാൾ വലിയൊരു വീടാണ് അമ്മ മാതാവ് തന്നത്. 4 ബെഡ്റൂമാണ്. ഞാൻ അത്രയും വലിയ വീടൊന്നും ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇപ്പം ആ വഴിക്കൂടെ പോകുന്ന എല്ലാ മനുഷ്യരും പറയുന്നത് ഇത്ര മനോഹരമായൊരു വീടാ അവിടെ എങ്ങും ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ അർഹിക്കാത്തതിനേക്കാൾ അത്ര അനുഗ്രഹമാണ് അമ്മ മാതാവ് തന്നത്. എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നമ്മൾ പ്രാർത്ഥിച്ച അമ്മ മാതാവ് എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറ്, ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത തുകയെടുത്ത് പാവപ്പെട്ട അമ്മമാർക്ക്, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള അമ്മമാർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ നോക്കത്തില്ല, ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനം കേൾക്കും. പിന്നെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ സംസാരിക്കുന്നത് എന്നോടായിട്ടായിരിക്കും. എനിക്ക് അതിനുള്ള ആൻസർ ആയിരിക്കും ജോസഫ് അച്ഛൻ പറയുന്നത്. നമുക്കത് ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നാട്ടിലായിരുന്നപ്പം പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു. വീട്ടിൽ അമ്മയാണെങ്കിലും എല്ലാ 3-ാം ഞായറാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് അത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് ആത്മീയമായി വന്നൊരു ചേഞ്ച് എന്ന് പറയുമ്പം, ഞാൻ പണ്ട് അങ്ങനെ ആർക്കും വേണ്ടിയൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഞാൻ പണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിസ്സാര കാര്യമായിക്കോട്ടെ, ഞാൻ വേറൊരാൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്,
നമ്മളെ ഇപ്പം എൻ്റെ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ പേരൻസില്ല നമ്മുടെ അടുത്ത്, നമ്മൾ കൂടുതലും ലൗകികമായ ചിന്തകൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ ഫോണിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യത്തിലേക്ക് കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ കംപ്ലീറ്റ്ലി ദൈവത്തെ വെറുക്കും. പക്ഷേ നമ്മളെപ്പോഴും ആത്മീയമായി അമ്മ മാതാവിനോടും ഈശോയോടും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാലും ഉറപ്പായിട്ടും നമുക്ക് വലിയ കാര്യങ്ങൾ, വലിയൊരു ഗിഫ്റ്റ് അവിടെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ജപമാല ചൊല്ലും. ജപമാല പണ്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഇപ്പോൾ ഓരോ രഹസ്യം ചെല്ലുമ്പോഴും ഞാൻ ഓരോ നിയോഗം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പുറത്താവുമ്പം എനിക്ക് 2 ആഴ്ചയിലും എനിക്ക് പറ്റുന്ന മാസത്തിലൊരിക്കൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി കുമ്പസാരിക്കാറുണ്ട്. ഡ്യൂട്ടി ഇല്ലാത്തപ്പോൾ ഓൺലൈൻ കുർബാന കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരുണക്കൊന്ത. പിന്നെ ഏതൊരു വിഷമം വന്നു കഴിഞ്ഞാലും ആത്മവിശ്വാസ പ്രമാണം ചെല്ലും. അത് കഴിഞ്ഞു പിന്നെ പ്രതീക്ഷീകരണ പ്രാർത്ഥന. ഇപ്പം എനിക്ക് പെട്ടെന്നൊരു കാര്യം കിട്ടിയില്ല. അപ്പം എനിക്കതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിലീഫാണ്. താങ്ക് യു. ഇന്ന് തന്നെ ഈ അൾത്താരയുടെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മുൻപിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും വലിയ നന്ദി പറയുകയാണ്. എൻ്റെ പേര് അനില മരിയ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് തെക്കൻ താണിശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് ഉടമ്പടിയെ പറ്റി എന്നോട് പറഞ്ഞത്. ഞാൻ 2021-23 അധ്യയന വർഷത്തിൽ TTC DLED കോഴ്സ് ചെയ്തിരുന്നു. സെക്കൻഡ് സെമ്മ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ 4 വട്ടം എക്സാം എഴുതി. 4ാം വട്ടം എക്സാം എഴുതിയപ്പോൾ അമ്മയുടെ ഉടമ്പടിയിൽ എൻ്റെ കാര്യം അമ്മ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയുടെ കാശ് രൂപ എനിക്ക് തന്ന് അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. എനിക്ക് 89 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ജനറൽ കാറ്റഗറിക്ക് 90 മാർക്ക് വേണം കേട്ടിട്ട് പാസ്സാവാനായിട്ട്. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് എല്ലാ പ്രാവശ്യം എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അന്ന് തന്നെ യൂട്യൂബിൽ ആൻസർ കീ വരുമോ ആൻസർ കീ നോക്കും. അന്ന് തന്നെ എനിക്ക് എൻ്റെ മാർക്ക് അറിയാൻ പറ്റും ഏകദേശം. അങ്ങനെ ഞാൻ മാർക്ക് നോക്കിയപ്പോൾ 89 മാർക്ക്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, 89 മാർക്ക് ഉണ്ടല്ലോ, 1 മാർക്ക് അത് മാതാവ് തരും, പേടിക്കണ്ട, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നോക്കിയപ്പോഴും എനിക്ക് കറക്റ്റ് 89 മാർക്കുള്ളൂ. ഞാൻ കേട്ടിട്ട് പാസ്സായിട്ടില്ല. അത് കഴിഞ്ഞ് അപ്പോൾ 89 മാർക്കുണ്ടല്ലോ, 1 പ്രാവശ്യം കൂടി എഴുതി കഴിഞ്ഞാൽ മാതാവ് പാസ്സാക്കി തരും, നീ പഠിച്ചാൽ മതി. അങ്ങനെ ഇത് ഞാൻ വീണ്ടും എക്സാം എഴുതി. അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ 5ാം വട്ടം എഴുതി. 5ാം വട്ടം എഴുതിയപ്പോൾ എനിക്ക് 78 മാർക്കുള്ളൂ. അപ്പം പിന്നെ ഞാൻ ഉറപ്പിച്ചു എൻ്റെ കഴിവുകൊണ്ട് ഞാൻ എന്തായാലും കേട്ടിട്ട് പാസ്സാവില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരണതും ഉടമ്പടി എടുക്കണതും. ഞാൻ 2025 ഏപ്രിൽ 4-ാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ നിയോഗമായിട്ട് വെച്ചായിരുന്നു ഈ കേട്ടറ്റിൻ്റെ കാര്യം. അങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതാനുണ്ടായിരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് ഈ കേട്ടറ്റ് എക്സാം നടന്നത്. ആ എക്സാമിന് പോയപ്പോൾ എക്സാമിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ച ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം തന്ന് പ്രാർത്ഥിച്ച് വിട്ടു. അങ്ങനെ ഞാൻ എക്സാമിന് തൈലം വെച്ച് കുരിശ് വരച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ, വിശ്വാസപ്രമാണം ചൊല്ലി. എൻ്റെ പോക്കറ്റിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ എക്സാം ഹോളിൽ ഞാൻ ആ ഉപ്പ് എൻ്റെ അടുത്ത് തന്നെ വിതറിയിട്ടുണ്ടായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് എൻ്റെ അരയിൽ ഈ കൃപാസനത്തിലെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ ഞാൻ കേട്ടിട്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ ടീച്ചർമാർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ തന്നെ നമുക്ക് പേടിയായിരുന്നു. അങ്ങനെ പക്ഷേ ഈ പ്രാവശ്യം ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോയ ആ എക്സാം ഹോളിൽ എനിക്ക് പിന്നെ ഞാൻ ഈ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കേട്ടിട്ടുണ്ട് ഓരോരുത്തർക്കും അവരുടെ എക്സാം ഹോളിൽ ഇൻവിജിലേറ്ററായിട്ട് മാതാവിൻ്റെ കളർ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഇൻവിജിലേറ്റേഴ്സ് വന്നു എന്നും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സാമിന് പോണതിന് മുന്നും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് വന്നതായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണമെന്ന്. അങ്ങനെ എൻ്റെ എക്സാം ഹോളിൽ ഇൻവിജിലേറ്ററായിട്ട് വന്ന ടീച്ചർ
ആഷ് കളറും നീലയുള്ള ചുരിദാറിട്ടിട്ടാണ് വന്നായിരുന്നത്. പിന്നെ സാധാരണ വരുന്ന ടീച്ചേഴ്സിനെ പോലത്തെ ചൂടത്തൊന്നും അല്ലായിരുന്നു. ഭയങ്കര സ്നേഹത്തോടുകൂടി വളരെ ചിരിച്ച് ഏറ്റവും കാര്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരുകയും ആ എക്സാമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തി തരുകയും ചെയ്തിരുന്നു ആ ടീച്ചർ. അപ്പം എനിക്ക് അവിടെ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് വന്നു, എൻ്റെ കൂടെ ആ റൂമിലുള്ളത് മാതാവാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ എക്സാം എഴുതുമ്പോൾ ഓരോന്നും ഇപ്പം ചില ക്വസ്റ്റ്യനൊക്കെ ഏതാ കറുപ്പിക്കേണ്ടതെന്ന് അറിയാണ്ട് സംശയം വരുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെയാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ പ്രാവശ്യത്തെ പോലെയും യൂട്യൂബിൽ വന്ന് ആൻസർ കീ നോക്കിയിട്ടും ഞങ്ങൾക്ക് 5 വിഷയമാണ് എക്സാം ഉള്ളത്. അപ്പോൾ 4 വിഷയത്തിൻ്റെ മാർക്ക് ഞാൻ കൂട്ടി നോക്കിയിട്ടും എനിക്ക് ജനറൽ കാറ്റഗറിക്ക് 90 വേണം. എനിക്ക് 90 കിട്ടില്ല. എനിക്ക് 66 മാർക്കേ ആകെയുള്ളൂ. 120-ൽ 66 മാർക്ക് കിട്ടിയ ഞാൻ ഒരു കാരണവശാലും പാസ്സാവില്ല. എൻ്റെ കഴിവുകൊണ്ട് അത് നടക്കില്ല. ആ നേരത്തെ അവിടെ ഒന്നും സംഭവിക്കാനില്ല. മാതാവ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലാസ്റ്റ് അപ്പം ഞാൻ എന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ പൊട്ടും, ഈ പ്രാവശ്യവും പൊട്ടും, എനിക്ക് കിട്ടില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ വിഷമിച്ചു. അപ്പോഴും ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവ് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന് അറിയാം. അങ്ങനെ ലാസ്റ്റത്തെ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീയും കൂടി ഞാൻ നോക്കി. ആൻസർ കീ നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് 90 മാർക്കായിരുന്നു. എൻ്റെ ആ മൊത്തം 5 വിഷയത്തിൻ്റെയും കൂടി ടോട്ടൽ എനിക്ക് കറക്റ്റ് 90 മാർക്ക് മാതാവ് കാണിച്ചു തന്നു. അപ്പം തന്നെ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ പാസ്സായി, മാതാവ് ദേ കറക്റ്റ് 90 മാർക്ക് എനിക്ക് ഇട്ട് തന്നേക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആശ്വസിച്ചു. പക്ഷേ യൂട്യൂബിൽ കാണുന്ന ആൻസർ കീ നോക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ കീ വരുമ്പം ഓരോ തിരുത്തലും വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ മാർക്ക് കുറഞ്ഞു പോവും, കുറേ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കൂടിപ്പോവും, അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ കറക്റ്റ് 90 മാർക്ക് മാതാവ് എന്നെ പാസ്സാക്കി തന്നു. എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ആ എക്സാം പാസ്സായത്. മാതാവ് മാത്രം ഇടപെട്ടുകൊണ്ട്, മാതാവ് ഈശോയും കൂടി ഇടപെട്ടുകൊണ്ട് മാത്രം ഞാൻ ആ എക്സാം പാസ്സായത്. പിന്നെ ഞാൻ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ജപമാല റാലിക്ക് പങ്കെടുത്തായിരുന്നു. ആ ജപമാല റാലിക്ക് വരാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 1-ാം തീയതി തുടങ്ങി 25-ാം തീയതി വരെ ഞാൻ ഇതുവരെ അങ്ങനെ ഇറച്ചി മീനൊന്നും അങ്ങനെ നോമ്പെടുക്കാറോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നോമ്പ് സാധാരണ നമ്മുടെ നോമ്പിന് ഞാൻ ആ നോമ്പെടുക്കും, ഇറച്ചിക്ക് മാത്രം. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഉപേക്ഷിക്കാറില്ല. ഞാനങ്ങനെ ഇറച്ചിയും മീനും നോമ്പെടുത്ത് പിന്നെ ഞാൻ ആ ജപമാല റാലിക്ക് ഫുള്ള് പങ്കെടുത്ത് കാലൊക്കെ വേനെടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായാലും ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോയിട്ട് പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞങ്ങളുടെ അവിടെ മാളയിൽ കരുണാഭവൻ ഉണ്ട്. അവിടെ എല്ലാ ശനിയാഴ്ചകളിലും പോയി അവിടെ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് വരുന്ന വയ്യാത്ത അമ്മച്ചിമാർ താമസിക്കണ സ്ഥലം, അവിടെ അവരുടെ റൂമൊക്കെ അടിച്ചു വാരി തുടച്ചു കൊടുക്കും. പിന്നെ അവരോട് സംസാരിക്കാറുണ്ട്, അവരുടെ വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ ഈ പത്രം കൊണ്ടുകൊടുക്കാൻ പോകുമ്പോൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരുടെ സങ്കടങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഏപ്രിൽ 4-ാം തീയതിയാണ്. ആ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നുള്ളൂ കേട്ടത്തിൻ്റെ. ആ എക്സാമിന് തന്നെ എനിക്ക് പാസ്സാവാൻ മാതാവ് അവസരം തന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം മാതാവ് തന്നതിന്. അതിന് ഞാൻ പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്കുണ്ടായ വേറൊരു ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ RRB NTPCയുടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ ആ എക്സാമിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ വരുന്ന സമയം, കോളേജിലെ ഓണം സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടായിരുന്നു. ആ തലേ ദിവസം അവധി ആയതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ചൊവ്വാഴ്ച ബുധനാഴ്ച കണ്ട ഈ RRBയുടെ ഹോൾ ടിക്കറ്റ് വന്നത്. ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, മെഹന്തി യൂസ് ചെയ്യണവരെ എക്സാം ഹോളിലേക്ക് കയറ്റില്ല എന്ന്. പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന നിയമം കറക്റ്റായിട്ട് പാലിക്കും. അപ്പോൾ എൻ്റെ കൈമ ഈ കൈയുടെ ഉള്ളം കയ്യിൽ ഫുള്ള് മൈലാഞ്ചി ഇങ്ങനെ രസമായിട്ട് കൂട്ടുകാരത്തി ഇട്ട് തന്നേക്കാം. അത് വെച്ചിട്ട് പോയാൽ എനിക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഞാൻ എക്സാം എഴുതാമെന്ന് വിചാരിച്ചത് കൊണ്ട് എനിക്ക് അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ
പക്ഷേ ഞാൻ പറയട്ടെ, അന്ന് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ആ എക്സാം ഹാളിൽ വന്നിരുന്ന ആ ഇൻവിജിലേറ്ററായിട്ട് വന്ന സാറുമാരും അവരാരും, ആ പോലീസുകാർ എന്നെ ചെക്ക് ചെയ്തവരോ ആരും എന്നെ തടഞ്ഞില്ല. എനിക്ക് അതും എന്നെ മാതാവ് അവരുടെ അടുത്തുനിന്നും വേറെ തടയലൊന്നും ഇല്ലാണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ആ എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ വേറെ ചെറിയ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യം എൻ്റെ തെറ്റും കൊണ്ടും പിന്നെ മറ്റു വണ്ടിക്കാരുടെ തെറ്റുകൾ കൊണ്ടും പല പ്രാവശ്യം വണ്ടി ഇടിക്കാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു പോറൽ പോലും ഇല്ലാണ്ട് മാതാവ് എന്നെ പൊന്നു പോലെ കാത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ. ഇനി തുടർന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് ജോലി കിട്ടാലും എന്തായാലും ഞാൻ ഈ മാതാവിനോടുള്ള ആ ഒരു കണക്ഷൻ ഞാൻ വിടില്ല, അത് ഉറപ്പാണ്. പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മറ്റം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഡിസംബർ 2022 ഡിസംബർ 17 വരാനുണ്ടായ സാഹചര്യം, എൻ്റെ മകളുടെ വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫറാണ് എന്നോട് ഈ കൃപാസനത്തെക്കുറിച്ച് പറയുന്നത്. പറയാനുണ്ടായ കാരണം, ഞാനിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ ആ ചേട്ടൻ ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്ങനെ ക്ഷീണിച്ച് വരണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ച് വരണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അസുഖത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് 22 വർഷമായിട്ടുണ്ട് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, അതിന് ശേഷം നീ അതൊക്കെ തീരുമാനിച്ചാൽ മതി, ഇപ്പം നീ ഓപ്പറേഷനൊന്നും ചെയ്യാൻ പോകണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് കേട്ടു. അങ്ങനെ ഞാൻ എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ എൻ്റെ അടുത്ത് ഓപ്പറേഷൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞയച്ചത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ആ ഡിസ്ക് കംപ്ലൈൻറ്റ് പൂർണ്ണമായും മാറിയതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ 5 വർഷമായിട്ട് എനിക്ക് എന്നും വയറുവേദന, ഭക്ഷണം കഴിക്കാനും പറ്റില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും വയറുവേദന, ഭക്ഷണത്തെ കഴിച്ചു കഴിഞ്ഞാലും വയറുവേദന, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഉടമ്പടിയിൽ ഞാൻ ആ നിയോഗം കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതുവരെ ഞാൻ അൾസറിൻ്റെ ഗുളികകൾ പിന്നെ കഴിച്ചിട്ടില്ല. 3 വർഷമായിട്ട് ഞാനിപ്പോൾ അൾസറിൻ്റെ ഗുളികയൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഡിസ്ക് കംപ്ലൈൻറ്റിൻ്റെ ഗുളിയും അൾസറിൻ്റെ ഗുളികയ്ക്കൊക്കെ കൂടി ഏകദേശം ഒരു മാസം 16,000 രൂപയോളം ചിലവ് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ക്ഷീണമാണ്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ഇപ്പോഴും തളർച്ചയൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഞാൻ 3 വർഷമായിട്ട് അൾസറിൻ്റെ ഗുളിക പൂർണ്ണമായും നിർത്തി. പിന്നെ ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് ആ പേരും പറഞ്ഞ് ഞാൻ പോയിട്ടുമില്ല. പിന്നെ ഇവിടെ ഞാൻ ഡിസംബർ 17 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ആ ആഴ്ചയിൽ തന്നെ ഡിസംബർ 24 എൻ്റെ അമ്മയും എൻ്റെ മകനും കൂടി ബൈക്കിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, ഹോസ്പിറ്റലിലായി. ആ സമയത്ത് എൻ്റെ കയ്യിലൊരു 10 പൈസ പോലും ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. അവർ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു, ആ സമയത്ത് പിറ്റേ ദിവസം ക്രിസ്തുമസാണ്, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് മകളും മരുമകനൊക്കെ വീട്ടിലേക്ക് വരും. വീട്ടിലൊരു സാധനം വാങ്ങിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ മകൻ എന്നെ വിളിച്ച് പറയണത്, അമ്മേ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി, അമ്മച്ചി വണ്ടിയിൽ വന്ന് വീണു, അമ്മച്ചിക്ക് തലയിൽ ചോരയൊക്കെ വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ദയ ഹോസ്പിറ്റലിലാണ് ചേട്ടന്മാരൊക്കെ കൂടി കൊണ്ടുപോയി കണതെന്ന്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. കാരണം നാളെ ക്രിസ്തുമസിന് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പോലും ഒരു 10 പൈസ ഇല്ലാണ്ട് വിഷമിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഈ വാർത്ത ഞാൻ കേൾക്കണത്. അപ്പം ഞാൻ
എൻ്റെ ബാഗിൽ ഉടമ്പടിയുടെ കാശ് രൂപ ഉണ്ടായിരുന്നു. ആ കാശ് രൂപ എടുത്തിട്ട് ഞാൻ മുറുക്കെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ദയ ഹോസ്പിറ്റലിലേക്ക് പോവാ? ഒറ്റ രൂപ പോലും ഇല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് എന്താ ചെയ്യാമെന്നൊരു പിടിയുണ്ടായിരുന്നില്ല. അമ്മേ, നീ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഏകദേശം 10 ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും എനിക്കിതാണോ കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു. അതും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഉടമ്പടിയുടെ കാശ് രൂപം മാത്രമാണ്. അതും കൈ പിടിച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ പോകുന്ന വഴികളിൽ ഞാൻ എന്ത് ചെയ്യണം പൈസയ്ക്ക് വേണ്ടിയിട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അവരോട് ചോദിച്ചിട്ട് അവരൊരു വള പണയം വെച്ചിട്ട് എനിക്ക് പൈസ തന്നു. ആ പൈസ കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ വന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. അതിൻ്റെ പിന്നാലെ തന്നെ പൈസയായിട്ട് വേറെ ആൾക്കാർ വന്നു. അങ്ങനെ എൻ്റെ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ ബാഗിൽ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചീനെ സ്കാൻ ചെയ്യാനായിട്ട് ലിഫ്റ്റിൽ കയറ്റുന്ന സമയത്താണ് ഞാൻ അവിടെ കയറി ചെല്ലുന്നത്. ലിഫ്റ്റിൽ ഞാനും ഓടി കയറി വേഗം ഉടമ്പടിയുടെ തൈലം എടുത്തിട്ട് കുരിശ് വരച്ചു. അമ്മച്ചീനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ സോഡിയം കുറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ഡെയിലി മെഴുകുതിരി കത്തിച്ച്, ഹോസ്പിറ്റലിലാണെങ്കിലും ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് അമ്മച്ചിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മച്ചി പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. പിന്നെ ഇപ്പോൾ 2 മാസം മുന്നേ ഞാനൊരു ധനകാര്യ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു വ്യക്തി 14 ലക്ഷത്തിൻ്റെ മുക്കുപണ്ടം പണയം വെച്ച് ഒരു കേസുണ്ടായി. അതിൽ 11 ലക്ഷം എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാനത് ഒത്തിരിയേറെ വിഷമിച്ചു. ഒരു 2 മാസക്കാലം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ തളർന്നു പോയ അവസ്ഥയിലായിരുന്നു. എൻ്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വ്യക്തി എനിക്ക് വാട്സപ്പിൽ കുറേ അനാവശ്യങ്ങളും നുണക്കഥകളും കുറേ വാട്സപ്പിൽ അയച്ചു. അതൊക്കെ കണ്ട് ഞാൻ ആകെ തളർന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ ഉടമ്പടിയിലാണ്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ശക്തി പരിശുദ്ധ അമ്മേ നീ തന്നെ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾ കുറേ മെസ്സേജ് അയച്ചപ്പോൾ അതിനൊരൊറ്റ മറുപടി മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ വാട്സപ്പിൽ. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ മാതാവും എനിക്ക് വേണ്ടി ചെയ്തു, എന്താണെങ്കിൽ ചെയ്തോളൂ എന്ന് മാത്രം ഞാൻ അവളുടെ അടുത്ത് മറുപടി പറഞ്ഞോളൂ. അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലത്തും അവൾ എന്നെ നാണം കെടുത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജനുവരി 28-ാം തീയതി ഞങ്ങളുടെ ഏരിയ ഹെഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് 2 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം, എല്ലാവരും അവിടെ വരും, അവിടെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് 12 മണിക്ക് സാർ അത് പറഞ്ഞ വശം ഞാൻ വേഗം എൻ്റെ ഓഫീസിൽ നിന്ന് വന്നു, നേരെ വീട്ടിൽ വന്നു, ഒന്ന് കുളിച്ചു, കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ചെറിയൊരു രൂപം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കെട്ടിപ്പിടിച്ച് ഞാൻ കുറെ കരഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്ക് അവിടെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു അടയാളം എനിക്ക് അവിടെ കാണിച്ചു തരണം. എനിക്ക് എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ രക്ഷപ്പെടാമെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് ആ കുട്ടി പറയണത്. എനിക്ക് അതിനെ മറികടന്ന് പറയാനൊന്നുമുള്ള കഴിവൊന്നും എനിക്കില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെ വരണം, എനിക്ക് വേറെ ആരുമില്ല എൻ്റെ കൂടെ വരാനായിട്ട്. എനിക്ക് വേണ്ടത് അമ്മ ചെയ്തു തരണം, ഈശോയെ നീ ചെയ്തു തരണം എന്ന് പറഞ്ഞ് അമ്മയുടെ ഈ രൂപം പിടിച്ച് ഞാൻ കുറേ കരഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ ചെന്ന് CI എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ സംസാരം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ വിറച്ചാണ് അങ്ങോട്ട് പോണത്. എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശ് രൂപ ഉണ്ടായിരുന്നു. ആ കാശ് രൂപ ഞാനിങ്ങനെ തളർന്ന് പോവാമെന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ഉടമ്പടിയുടെ കാശ് രൂപ ഞാനിങ്ങനെ മുറുക്കി പിടിച്ച് ഞാൻ കരയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തെത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പെടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ നിൽക്കുന്നിടത്തിട്ടു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, നീ മാത്രമുള്ളൂ എനിക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് എനിക്ക് അനുഗ്രഹിക്കണം. എനിക്ക് അവിടെ എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അമ്മ എന്നോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി അമ്മ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരിയേറെ ആ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ചു. കുറേ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ചു. എല്ലാ സംസാരങ്ങളും കഴിഞ്ഞ് എന്നെ വിളിച്ചു.
എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാരണവശാലും ക്യാഷായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് തന്ന് സത്യം തെളിയിക്കാൻ പറ്റുമോയെന്നും ചോദിച്ചു. അത്രമാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ CI അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവർ പറയണത് പോലെ എന്തെങ്കിലും ഇതിൻ്റെ തെളിവായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് കൊടുത്തതിൻ്റെ ചോദിച്ചു. അപ്പോൾ അവർക്കത് സത്യം തെളിയിക്കാൻ പറ്റിയില്ല, തെളിവായിട്ട് അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. CI പറഞ്ഞു, ഇവിടെ നിങ്ങൾ ചെയ്തതിൻ്റെ എല്ലാതും ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ ഞങ്ങൾ ഹെഡ് ഓഫീസ് മുഖേന ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ, നിങ്ങളുടെ പേരിൽ ഇവിടെ ഒരു കേസുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, ഇവിടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സത്യങ്ങളും ഞങ്ങൾക്കിവിടെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി, എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ അവിടെ ആവശ്യമായത് തക്ക സമയത്ത് എനിക്ക് അനുഗ്രഹിച്ചു എന്നുള്ളത്. ഞാൻ അന്നൊരു പ്രതിജ്ഞ എടുത്തു, എൻ്റെ മരണം വരെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഈശോയുടെ വചനമനുസരിച്ച്, ഈശോയുടെ ഇഷ്ടമനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ എൻ്റെ മരണം വരെ ചെയ്യാൻ ഞാൻ ഇനി മേലാൽ ചെയ്യില്ല എന്നും ഞാൻ അവിടെ വെച്ചിട്ടൊരു പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ആ മകൾക്ക് വേണ്ടി വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഇന്ന് ഈ നേരം വരെയും ആ മകളോട് ഒരു കടുകുമണിക്ക് പോലും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. എല്ലാ തരത്തിലും ഞാൻ അവൾക്കും അവളുടെ ആ കുടുംബത്തിനും വേണ്ടിയിട്ട് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് വലിയൊരു സത്യം വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി വലിയ കാര്യമാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് ഒത്തിരി ബോധ്യപ്പെട്ടു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ പത്രം അവിടെ ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലുമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്നതിന് മുമ്പ് ഒത്തിരിയേറെ ഞാനിത് കൊടുക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങളിലെ അവരുടെ എല്ലാവിധ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മ ആവശ്യമായത് ഈശോയെ നീ ആവശ്യമായത് അവർക്ക് നൽകി അവരുടെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ ഓരോ വ്യക്തികളെയും ഉയർത്തണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിൻ്റെ പത്രം അവർക്കൊക്കെ കൊടുക്കാറ്. കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും എനിക്ക് കിട്ടിയ അടയാളങ്ങളുമെല്ലാം ഞാൻ അവരുടെ അടുത്ത് പറയാൻ പറ്റാവുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായ മക്കളെ ചെന്ന് കാണാനും അവർക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ മരുന്നുകൾ വാങ്ങാൻ പൈസ കൊടുക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ എനിക്ക് മുമ്പ് പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോവും, അതൊക്കെ ഒരു ലിമിറ്റ്, അത് കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമെന്നാണ് എൻ്റെ വിചാരമായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളും എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടി. പരിശുദ്ധ അമ്മ ഈശോയും എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എവിടെയും എന്നെ നാണം കെടുത്താതെ എൻ്റെ കൂടെ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരിക്കലും തീരാത്ത നന്ദി പറയാണ്. കുർബാന ഞാൻ ഇപ്പോൾ എല്ലാ ദിവസം കുർബാനയ്ക്ക് പോകാൻ പറ്റാറില്ല. ഞായറാഴ്ചകളിൽ ഞാൻ കുർബാന കാണാറുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ മുടക്കാറില്ല. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് കുടുംബ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ എൻ്റെ സ്വന്തം ആവശ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ തീക്ഷ്ണതയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഒത്തിരിയേറെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെയും മകനെയും ഇടയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഈ 21/1/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് സാലി സണ്ണി, എൻ്റെ മകൻ തോമസ് സണ്ണി. ഞാൻ ഇരഞ്ഞി സെൻറ്റ് പീറ്റർ ആൻഡ് ഫോൾസ് ഫൊറോന പള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മകൻ ഡിഗ്രി BSc ഫിസിക്സ് എടുത്താണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു, നിയോഗം വെച്ചിരുന്നു. അവന് നല്ല ഉയർന്ന മാർക്ക് കിട്ടി പാസ്സാകുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവുന്നത്. അവന് CGPA പരീക്ഷയിൽ അവനെ 10ൽ 10 നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു.
അതിനെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ മകൻ അത് കഴിഞ്ഞു ജർമ്മൻ പഠിക്കാനാണ് പോയത്. അത് കഴിഞ്ഞ് B2 പരീക്ഷ പാസ്സായി കഴിഞ്ഞ് അവൻ വിസയ്ക്ക് വേണ്ടി 3 പ്രാവശ്യം വിസ ഇൻ്റർവ്യൂവിന് പോയി. 3 പ്രാവശ്യം വിസ റിജക്റ്റായി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു, എന്നാലും അമ്മ തന്നില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ നാലാമത് 2009 ഡിസംബർ 9 ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യം 41 ദിവസത്തിനകം നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിച്ചു തരുമെന്ന്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഞാൻ എന്നിട്ട് അപ്പോഴേ തന്നെ കലണ്ടർ എടുത്തുകൊണ്ട് വന്ന് 9 തുടങ്ങി 1, 2, 3 ഡേറ്റ് ഇട്ടു. അത് കഴിഞ്ഞാണ് ഈ കൊച്ചിന് വിസ ഇൻ്റർവ്യൂ വരുന്നത്. ഡിസംബർ 16 കൊച്ചു PSFലേക്ക് ഇൻ്റർവ്യൂവിനും പോയി. ഞാനപ്പോഴേ തന്നെ രാവിലെ തന്നെ ഇവിടെ ഈ കൃപാസന അമ്മയുടെ അടുത്തേക്ക് പോന്നു. ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ മൂന്നാമത് വിസ റിജക്റ്റായിട്ട് എനിക്കൊരു സങ്കടവും വന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണ് വിസ കിട്ടാഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇനി ഇപ്പം ഈ ഉടമ്പടി, അപ്പോൾ ഞാൻ നിയോഗം വെച്ചത് എങ്ങനെയാണ്, ഈ ഉടമ്പടിയിൽ എനിക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുവാനുള്ള കൃപ തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എന്നെയും മകനെയും അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഞാൻ 7:30 ആയപ്പം ആ ഗ്രൗണ്ടിൽ വന്നതാണ്. അവിടുന്ന് നടന്ന് കൃത്യം 2:30 ആയപ്പം ഈ അമ്മയുടെ സന്നിധിയിലെത്തി. അപ്പം ഞാൻ പോകുന്നത് പാസ്പോർട്ടിൻ്റെ കോപ്പി എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ തൊട്ട്, അന്ന് എല്ലാവർക്കും കാണാമായിരുന്നു, അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കാമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പരിശുദ്ധ അമ്മ തന്നില്ലെങ്കിൽ അവനൊരിക്കലും ജർമ്മനിക്ക് പോകാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് യാതൊരു മെറ്റുമില്ല, 0 മെറ്റ് നിൽക്കുന്ന എന്നെയും കുടുംബത്തെയും അമ്മ രക്ഷിക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞു ഉടനെ എനിക്ക് നല്ലൊരു സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു സഹോദരി നിൽപ്പുണ്ടായിരുന്നു വോളണ്ടിയറായിട്ട്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ വിശ്വസിച്ചു, ഇനി ഈ വിസ ഇൻ്റർവ്യൂവിന് വന്നാൽ ഇവൻ തീർച്ചയായിട്ടും പാസ്സാകുമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇവൻ BSFിലേക്കും പോയി, ഞാൻ ഇങ്ങോട്ടും പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ദിവസം എത്രയായിരുന്നു, 41 ദിവസം എന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കണത്. ഞാൻ എല്ലാ ദിവസവും എണ്ണും. ഡിസംബർ 16 തുടങ്ങി. ഇവന് ജനുവരി 14 പൊക്കം ഇവന് PSF എന്ന് പറഞ്ഞു വിസ പാസ്പോർട്ട് തിരിച്ചയക്കുമെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വായി വരുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കൃപാസന അമ്മ എനിക്ക് എൻ്റെ മകന് വിസ കിട്ടിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു എന്നാണ് എൻ്റെ വായി വരുന്നത്. അങ്ങനെ വിസ കൈ കിട്ടി നോക്കിയപ്പോൾ, പാസ്പോർട്ട് കൈ കിട്ടി നോക്കിയപ്പം അതിനകത്ത് വിസ കിട്ടിയിരിക്കുന്നു. ഉടനെ പോയി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്തുമാത്രം നന്ദി പറഞ്ഞെന്നറിയില്ല. പിന്നെ ഞാൻ നടക്കുന്ന വഴിയൊക്കെ എപ്പോഴും കൊന്ന ചെല്ലുമ്പം തെറ്റിപ്പോകും. ഞാൻ എപ്പോഴും അവന് വിസ കിട്ടുന്ന 41 ദിവസം പറഞ്ഞെങ്കിലും കിട്ടിയത് കൃത്യം 39-ാം ദിവസം. ഞാൻ അപ്പോഴേ അവിടെ ടിക്കറ്റ് വെച്ചു കലണ്ടറെ. എന്നിട്ട് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞ് എത്ര പറഞ്ഞാലും മതിയാകില്ല. 3 പ്രാവശ്യം റിജക്റ്റായിട്ട് പിന്നെ 4ാമത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ തന്നത് കൊണ്ട് മാത്രം കിട്ടിയതാണത്. മോനെ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അന്ന് ഞങ്ങൾ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. അടുത്തുള്ള ഒരാൾ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ മാതാവിൻ്റെ ഒരു ചെറിയ രൂപം തന്നു. ആ രൂപം മോൻ പോക്കറ്റിലിട്ടാണ് പോയി പരീക്ഷ എഴുതിയത്, ഇംഗ്ലീഷ് പരീക്ഷയുടെ അന്ന്. ആ പരീക്ഷയ്ക്ക് മോന് ഫുൾ A+ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഈ BSc ഫിസിക്സ് ഈ പരീക്ഷയുടെ സമയത്ത് പോകുമ്പം അവൻ്റെ ലാപ്ടോപ്പിൽ കാൽക്കുലേറ്ററിൽ അവൻ 1000 തൊട്ട് കുരിശ് വരച്ചേ പോവുള്ളൂ.
ഞാൻ അവന് രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിലും അവൻ്റെ തലയുടെ നെറുകയിലും കയ്യിലും തൊണ്ടയിലും നാവിലും ഞാൻ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ അവന് ഉടമ്പടി ഉപ്പ് ഞാൻ കൊടുത്തു വിടും. അതവൻ ആരും ചവിട്ടാത്തടുത്ത് ഉടമ്പടി ഇട്ട് പ്രാർത്ഥിക്കും. പിന്നെ അവനും എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വന്നു എന്ന് വന്നാലും ഞാൻ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അമ്മയോട് എൻ്റെ സങ്കടം എനിക്ക് എന്ത് തോന്നിയാലും അപ്പോഴേ ഓടി വന്ന് അമ്മയോട് പറയണം. ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പോകുമ്പം ഞാൻ പത്രം മേടിച്ചുകൊണ്ടേ പോവുള്ളൂ. ഈ ഡിസംബർ 16-ാം തീയതി ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ വൈക്കത്ത് ബോട്ട് ചട്ടി ചെന്നപ്പം ഒരമ്മച്ചിയോട് ഞാൻ വൈക്കത്ത് ബോട്ട് ചട്ടി ചെന്നപ്പോഴത്തേക്ക് 3 കെട്ട് പത്രം എൻ്റെ തീർന്നെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ അമ്മച്ചിക്ക് പത്രം കൊടുത്തപ്പോൾ ആ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് വായിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ബോട്ട് വരാൻ കുറച്ച് താമസമുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അമ്മച്ചീനെ പത്രം വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അമ്മയോട് ഞാൻ അപ്പോൾ അമ്മ എന്നോട് പറയാം, എൻ്റെ മോളെ തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ പോകും. അമ്മച്ചി ഒരു വീട്ടു പണിക്ക് പോകുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ, അയ്യോ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് എത്തിയാൽ മതി. വായിച്ച് കേട്ടപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞ കാര്യമാണത്. പിന്നെ ഞാൻ പത്രം കൊടുക്കുന്ന അക്രൈസ്തവർക്കും ഓട്ടോ സ്റ്റാൻഡിലും വഴിക്കാണ് എൻ്റെ മുമ്പിൽ ആരെ കണ്ടോ ഞാൻ അവർക്ക് പത്രം കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. പിന്നെ എനിക്ക് ആര് പത്രം തന്നാലും എപ്പം തന്നാലും ഞാൻ ആ പത്രം മേടിക്കുന്നത്. ഞാൻ പത്രം മേടിച്ചാന്ന് ഞാൻ വെക്കില്ല. എന്നിട്ട് ആ പത്രം ഞാൻ വേറെ അടുത്തയാൾക്ക് ആ പത്രം കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് പിന്നെ ഞാൻ എല്ലാ ദിവസവും എനിക്ക് പറ്റുന്നിടത്തോളം ദിവസം ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളും. വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ അവിടെ അടുത്ത് കാരുണ്യപ്രവൃത്തിയായിട്ട് അവിടെ കരുണാലയം ഈ മാനസിക രോഗികളെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഞാൻ അവരെ ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കും. പിന്നെ അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കും. പിന്നെ എനിക്ക് പറ്റുന്ന ചെറിയ തുകകൾ ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ മകനോട് ഞാൻ പറയും, നിനക്ക് ശമ്പളം കിട്ടുമ്പം നീ അവനും അവിടെ മാനസിക രോഗികളുള്ളതുകൊണ്ട് മകൻ അവിടെയുള്ളവർക്ക് ഭക്ഷണമായിട്ടും ചെറിയ ചെറിയ സഹായമായിട്ടും അവൻ്റെ ശമ്പളം കിട്ടുമ്പോഴൊക്കെ അവൻ കൊടുക്കും. പിന്നെ പ്രത്യക്ഷ കഴിഞ്ഞ പ്രാർത്ഥന വീട്ടിലവനുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥന ചെല്ലുന്നത്. അവൻ പ്രത്യക്ഷമാണ്. അപ്പോൾ അവൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്കൊക്കെ കൂടും. പിന്നെ ബുധനാഴ്ച ദിവസം ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിക്കും. പിന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയ പരിസ്ഥിതി എന്നോട് ചോദിച്ചാൽ, ഉപവാസം എടുക്കുന്നില്ലേ, എന്നാൽ പിന്നെ അങ്ങോട്ട് അന്നത്തെ ദിവസം മത്സ്യവും മാംസമൊന്നും കൂടെ നോയമ്പൂടി എടുക്കാൻ മേലേന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അതിൽ പിന്നെ ഞാൻ ഒരിക്കലും ബുധനാഴ്ച ദിവസം മത്സ്യവും മാംസമൊന്നും കൂട്ടാറില്ല. എല്ലാത്തിനും എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നതല്ലാതെ ഒന്നുമില്ല. ഈശോയോട് ചോദിച്ച് എല്ലാം എൻ്റെ അമ്മ ഈശോയോട് ചോദിച്ച് തന്നതാണ്. അതിന് ഞാൻ ഇവിടെയല്ല ഞാൻ നടക്കുന്ന വഴിയെല്ലാം കാണുന്നവരോടും എപ്പോഴും ഞാനതിനെ നന്ദി പറയാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും എനിക്കിപ്പോൾ തന്ന എല്ലാ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ വന്നു നിൽക്കാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 8 മാസക്കാലം ജർമ്മൻ പഠിച്ചു. അതിനുശേഷം 2 വർഷം പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ച് ആദ്യമൊക്കെ ആയിരുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും എന്നാ പോകുന്നേ. അപ്പോൾ അതൊരു ഇതായതിനു ശേഷം ഞാനൊരു 2 വർഷം പിന്നെ വീട്ടിൽ അങ്ങനെ വന്നിട്ടില്ല. ഒരു ക്രിസ്മസിനാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഓണത്തിനാണേലും അങ്ങനെ വീട്ടിൽ വന്നിട്ടില്ല. കാരണം എപ്പോഴും ചോദ്യമാണ്, എന്നാ നീ പോകുന്നത്, നിനക്ക് പോവാറായില്ലേ, നീ പഠിപ്പിച്ച പിള്ളേർ പോയി, എല്ലാവരും പോയി, എനിക്ക് പോകാൻ പറ്റുന്നില്ല. 3 വിസ റിജക്റ്റായി. കിട്ടുന്ന ഇപ്പം വീട്ടിലോട്ടാണെങ്കിലും കുറേ സാലറി കൊടുക്കാൻ പറ്റുന്നില്ല, കിട്ടുന്ന പൈസ പോകുന്നു. അപ്പം എല്ലാം കൊണ്ടും ഒരു ജർമ്മൻ പഠിച്ചതിന് ശേഷം ഒരു പരാജയം പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാനും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ പിള്ളേരെ പഠിപ്പിച്ചു. നന്നായി അവരോടാണേലും ഞാൻ പറയും. ഇപ്പം ഞാനൊരു വൃദ്ധസദനം അടുത്തുള്ളത് പോവുകയാണെങ്കിൽ പിള്ളേരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിമാരായിട്ട് വർത്തമാനം പറയും. പിന്നെ കിട്ടുന്ന പോലെ അവരുടെ നിന്നും ഞാൻ പറയും, നമുക്കൊന്നിച്ച് മേടിച്ച് കൊടുക്കാം, അവർക്കൊരു സന്തോഷമായിരിക്കുമല്ലോ. ചില ദിവസങ്ങളിൽ വൈകുന്നേരത്തെ കാപ്പി ഞങ്ങൾ മേടിച്ചു കൊടുക്കും. അപ്പച്ചനും അമ്മച്ചിക്കും ഒരു സന്തോഷമാണ്, അവിടുത്തെ സിസ്റ്റർമാർക്കൊരു സന്തോഷമാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇനിയും അമ്മ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തരും. കാരണം കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു.